എടുക്ക കഴിക്കും. അല്ല പ്രകാശ് കഴിക്കണല്ലേ? എനിക്ക് വേറെ കൊണ്ടുവരുന്നേ. പ്രകാശിക്ക് സ്പെഷ്യലായിട്ട് ചോദിച്ചാൽ എന്തെങ്കിലും ഉണ്ടാക്കുമായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഭാഗ്യം. ഏയ് ഇതെന്താ സൂപ്പോ? സൂപ്പല്ല, കുറുക്ക്. കുറുക്ക? അയ്യേ, ഇതെന്താ മാവ് കുഴച്ചതാ? ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച നിങ്ങളെ മകളില്ലേ, അവൾ ഉണ്ടാക്കിയ പുട്ട. പുട്ട? ഇതെങ്ങനെയാ പുട്ടാവുന്നത്? വേണക്കൂട്ടാ നോക്കിയതേ, കാടിവെള്ളം കലക്കുന്ന പോലെ എന്തൊക്കെയോ കലക്കിക്കൊണ്ട്. ശരിയാണല്ലോ, ഇതെങ്ങനെ പുട്ടാവും? നീ മനപ്പൂർവ്വം ഇവന്റെ മുമ്പ് വെച്ച് എന്നെ നാണം കെടുത്താൻ വേണ്ടി ചെയ്ത പേരെ. പുട്ടാണെന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കാടിവെള്ളം, പശുവിന് കൊടുക്കുന്ന കാടിവെള്ളം പോലിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, പിള്ളേരെ പേടിപ്പിച്ച് വളർത്തണം. ഒരു ദിവസം ഇത് കഴിച്ചു നേരിച്ച് ഒന്നും സംഭവിച്ചില്ല. അവിടെ ഇരുന്ന് കഴിച്ചേ. ആണോ? ഉറപ്പാണോ? എന്നാ നീ കഴിക്കും. എനിക്ക് വേണ്ട. ഞാൻ കഴിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നീ ഇപ്പൊ ഞങ്ങളുടെ മുമ്പ് വെച്ച് കഴിച്ച് കാണിച്ചാ മതി. കഴിക്കുന്നേ? ആ വേണ്ട, കഴിക്കണ്ടെന്ന് അവിടെ വെച്ചേ. നീ കഴിച്ചാ മതി, എനിക്ക് വേണ്ട. ഒരു ദിവസം കഴിച്ചാൽ കുഴപ്പമില്ല. എന്നാലും പണി ചെയ്യും, നീ ഇതങ്ങോട്ട് കഴിക്കും. പുട്ടുണ്ടല്ലോ? വേണ്ട, അത് ഞാൻ കഴിച്ചോളാം. സ്നേഹം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു ദിവസം കഴിക്കാൻ കൊള്ളാം. ഈ കത്തിക്കൊണ്ടിരിക്കുന്ന എണ്ണ ഒഴിക്കുന്ന പണി കാണിക്കല്ലേ അമ്മേ. അച്ഛനിപ്പോ വീട്ടിലെ ഫുഡൊന്നും വേണ്ടല്ലോ. നീ എന്തുവാടേ ചില സീരിയലിലൊക്കെ പോലെ കൊള്ളിച്ച ഒരു ഡയലോഗ് ഞാൻ കണ്ടു. ബേക്കറിയിൽ നിന്ന് ചായയും വെള്ളയപ്പൊക്കെ അടിച്ചു കഴിക്കുന്നത്. പിന്നെ എങ്ങനെ വിശപ്പ് പോരാനാ? നീ എങ്ങനെ കണ്ടു? അതൊക്കെ ഞാൻ കണ്ടു. പഴത്തോടെ എന്തിനിടെ വൈരാഗ്യം? ഇവനെന്തുവാടി പറഞ്ഞിട്ട് പോയത്? എനിക്കെങ്ങനെയാ അറിയുന്നേ? മനസ്സിലായില്ലേ? നമ്മൾ ആ ബേക്കറിയിൽ നിന്ന് പട്ടയപ്പം ചായയും കുടിച്ചില്ലേ, അതേവൻ കണ്ട്. നമ്മളിത് വല്ലതും കാണുന്ന. നീ ഇതുവരെ പോയില്ലേ? കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പ്രകാശ് പറഞ്ഞു. ആഹാരത്തിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേപ്പിച്ച് വിടുന്ന സ്വഭാവം പാപ്പാടി കുടുംബത്തിനില്ല. ഇത് മുഴുവൻ വാരി തൂത്ത് വെട്ടി വിഴുങ്ങിച്ച് സ്റ്റാൻഡ് വിട്ടോണം കേട്ടോ. നല്ല കിച്ചർ കൂടുണ്ട്. വേണുക്കുട്ടൻ കഴിച്ച അമ്മ വെറുതെ തമാശ പറയുന്നതാ. തമാശ? അല്ല, അപ്പം വേണുക്കുട്ടൻ ഹോട്ടലിൽ നിന്നൊന്നും കഴിച്ചില്ലേ? ഞാൻ 3 പീസ് പട്ടയപ്പം കഴിച്ചോളൂ. വയറ് അറിഞ്ഞില്ല? എന്നാ പിന്നെ ഒരു പഴം എടുത്തിട്ട് നല്ലോണം ഞെരടി അങ്ങ് കഴിച്ചു കൊടുക്കും. പഴം കഴിക്കാം. അത് തന്നെ. ഞാനേ അമ്മ വന്നപ്പം മിണ്ടാതിരുന്നതാ. നമ്മുടെ ബിസിനസിന്റെ കാര്യത്തിനാ പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചിലപ്പം ഇച്ചിരി ഇളക്കം ഉണ്ടാവും. അത് നല്ലതാ. ഇപ്പൊ പറയണ്ട, തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഇത് കഴിച്ചു തുടങ്ങിട്ടോ? തുടങ്ങി കഴിഞ്ഞിട്ട്. എന്തോ നച്ചായി കാണിക്കുന്നേ? നീ കഞ്ചാവ് വലിക്കൂടാ? ഞാൻ കഞ്ചാവും വീഡിയോ ഞാൻ വലിക്കാറില്ല. കൈയും കാണിച്ച്. പിന്നെ നീ എന്താ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ പരസ്പരം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പരസ്പരം ബന്ധമുള്ള എന്ത് കാര്യമാണ് നീ പറഞ്ഞത്? പരസ്പരം എന്നുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നേ. പിന്നെ വട്ടാക്കല്ലേ? വട്ടാക്കിയതൊന്നും അല്ല, എന്റെ മനസ്സിൽ കുറച്ച് ദണ്ണമൊക്കെ ഉണ്ട്. നാണത്തില്ല വിളിക്കാൻ പോകുന്ന മനസ്സിൽ തുറന്നു പറയാ. ഞാൻ കണ്ടു അച്ഛൻ ബേക്കറി ഇരുന്ന് വട്ടയപ്പം ചായ കുടിക്കുന്നത്. എന്നിട്ട് അച്ഛനെ ഇഗ്നോർ ചെയ്തില്ല, എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത പോലെ ഇങ്ങനെ നമുക്ക് മാറ്റി. ഞാനെ കണ്ടൊന്നുമില്ല. ചുമ്മാ പറയല്ലേ, അച്ഛൻ എന്നെ മനപ്പുറം ഒഴിവാക്കിയത് എനിക്കത് മനസ്സിലായി. ഞാനെന്തിനാ നിന്നെ മനപ്പുറം ഒഴിവാക്കുന്നേ? എനിക്കിപ്പോ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒന്നുമില്ല, അച്ഛന് നാണക്കേട് നാട്ടുകാരോട് പറയാൻ വേണ്ടി മൂത്ത പോലെ ജോലിയില്ലാന്ന്. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ അച്ഛൻ മനപ്പുറം എന്നെ കണ്ടിട്ട് ഒഴിവാക്കി, അത്രേ ഉള്ളൂ. എടാ ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അച്ഛൻ്റെ ഈ കുറെ സ്വഭാവങ്ങളും വേർതിരിവും ഒക്കെ. നിന്റെ മനസ്സിലുള്ളോ പറഞ്ഞിട്ട് നീ പോയാൽ മതി. എനിക്ക് പറയാൻ മനസ്സിൽ ഈ ചെറുക്കന് എന്ത് പറ്റി? ഭ്രാന്തായ?